ഈ ആശയം ഉദിക്കുന്നത് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തദ്ദേശ മന്ത്രിയായിരിക്കുന്ന ഒരു സമയത്താണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് ആ ഒരു തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തെയൊക്കെ ഓർക്കുന്നത്? അതെ, എൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമായിരുന്നു അത്. പിണറായി ഗവൺമെന്റിന്റെ രണ്ടാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം. ആ യോഗത്തിലാണ് 0.7% വരുന്ന അതിദരിദ്രരെ എങ്ങനെയാണ് അതിദാരിദ്ര്യ വിമുക്തമാക്കുക എന്നുള്ള ആലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സർവേ നടന്നു. 64,006 കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തി. അത് 1,03,099 ആളുകളാണ് എന്ന് മനസ്സിലായി. അതിനടിസ്ഥാനപ്പെടുത്തി സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും ഫലപ്രദമായി 4 വർഷം കൊണ്ട് 2026 ആവുമ്പോഴേക്കും നമ്മൾ തീരുമാനിച്ചു പൂർണ്ണമായ അർത്ഥത്തിൽ കേരളം അതിദരിദ്ര വിമുക്തമാവണം. അങ്ങനെയാണ് നവംബർ 1 കണ്ടത്. 2025 നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ. ഇപ്പോഴാണെങ്കിൽ കേരള പിറവി ദിനം മാത്രമല്ല, നവകേരള പിറവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. ലോകത്ത് തന്നെ അത്യപൂർവമായ സംഭവമാണ്. മുതലാളിത്ത സമൂഹത്തിൽ എവിടെയും നമുക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനാവുന്നതല്ല. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ ഒരു മാതൃകയായിട്ട് കേരളം അതിശക്തിയായ രീതിയിലുള്ളൊരു മുന്നേറ്റം കുറിക്കുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ നേട്ടത്തെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മനസ്സിലാകാത്തത്? അവർ ഇതിനെയും രാഷ്ട്രീയമായി മാത്രമാണല്ലോ കാണുന്നത്. പ്രതിപക്ഷം ഇത് അംഗീകരിച്ചു പോയാൽ പിന്നെ പ്രതിപക്ഷം ഇല്ലാതാവും. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഓരോ പ്രവർത്തനവും എല്ലാ വികസന പ്രവർത്തനത്തെയും അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടാണ്. ഇതുപോലെ വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത മൂത്ത് അവരിപ്പോഴെത്തിച്ചേർന്നിരിക്കുന്ന ദുരന്തം അതാണ്. ആ ദുരന്തത്തിൽ തന്നെ അവർ അമരും എന്നുള്ളതാണ് സത്യം. ഇതൊരു മൂന്നാം LDF സർക്കാരിലേക്കുള്ള വഴി തുറക്കൽ കൂടിയാണോ? ഒരു സംശയമില്ല. ഇത് മൂന്നാമത്തെ ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നവകേരള യാത്രയാണ്. അത് 1 ടേം 2 ടേം 3 ടേം എന്നല്ല. ഈ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും പ്രമുഖമായ ഒരു ശക്തിയായി കേരളത്തെ രൂപപ്പെടുത്തും. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഇന്ന് വികസിതവും അർദ്ധവികസിതവുമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിൽ കിടക്കുന്ന ജനതയുടെ ജീവിതത്തെ അവരെക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.